ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെയുള്ള ഒരു ശ്രീകൃഷ്ണ ടെമ്പിളാണ് കേട്ടോ. ബുഗ്ഗി സ്ട്രീറ്റിൻ്റെ അടുത്താണ് ഈ അമ്പലമുള്ളത് കേട്ടോ. പിന്നെയുള്ളൊരു പ്രത്യേകത, ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട്. അപ്പോൾ ഈ അമ്പലത്തേക്ക് വരുന്നവർ ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കും അവിടെ വരുന്നവർ ഇങ്ങോട്ടും വരൽ പതിവാണത്രേ. അപ്പം ഞങ്ങളും ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ പുറമേയുള്ളത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഞങ്ങൾ ആദ്യം കയറിയത്. അവിടെ 6 മണിക്ക് അടയ്ക്കും. അപ്പോൾ ആദ്യം അവിടെ തൊഴുതിട്ട് പിന്നെ ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് വന്നു. അവിടെ 6 മണിക്കാണ് തുറക്കുക. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ബുഗ്ഗി സ്ട്രീറ്റിൽ, വാട്ടർലൂ സ്ട്രീറ്റിലാണ്. ഞങ്ങളിവിടെ വന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് 2 ദിവസം മുൻപാണ്. അപ്പോൾ ഇവിടെ ബാനറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൺഡേ മുതൽ ചിലപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇവിടെ ശ്രീകോവിലിനുള്ളിൽ ശ്രീകൃഷ്ണനോടൊപ്പം തന്നെ രുക്മിണിയും ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആർക്കിടെക്ചർ കുറേയധികം ആസ്വദിക്കാൻ പറ്റും. കുറേയധികം ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കൃഷ്ണനും രുക്മിണിയും പിന്നെ അപ്പുറത്ത് ഗോപികമാരൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ്റെ ചെറിയൊരു കോവിലും ഉണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ മാത്രമല്ല, കുറേയധികം ഹിന്ദു പുരാണങ്ങളിലുള്ള കുറേയധികം ദേവതകളും ദേവന്മാരൊക്കെ ഉണ്ട്. പിന്നെ അമ്പലത്തിനുള്ളിലും പുറത്തായിട്ട് കുറേയധികം കൊത്തുപണികളും ശില്പങ്ങളും ഹിന്ദു പുരാണങ്ങളുടെ ചിത്രീകരണമൊക്കെ നമുക്ക് കാണാൻ പറ്റും.
തൊഴുത് കഴിഞ്ഞ് ഇറങ്ങണേറ്റ് മുമ്പ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രസാദമായിട്ട് കുരുമുളക് സാദമാണ് കിട്ടിയത്. പിന്നെ മോദകം കിട്ടി. അതിങ്ങനെ ഓരോ ഭക്തർ വഴിപാടായിട്ട് അവിടെ കൊടുക്കണതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടെ ഉള്ളവർക്ക് എടുത്ത് കഴിക്കാം. ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ആരുമില്ല, എല്ലാതും അടച്ചു. മുമ്പിലുള്ള കടകളൊക്കെ ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. MRTയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഒരു സൈഡിൽ കാണാൻ പറ്റും. നമുക്കതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കാം. ബുഗ്ഗി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഏരിയയിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി എടുത്തിട്ട് അങ്ങനെ MRTയിലേക്ക് പോയി. പിന്നെ ലിറ്റിൽ ഇന്ത്യയിൽ പോയി ഒന്ന് മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്.